രണ്ട് പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗത്തിൽ എൻ്റെ കൂടെ നടക്കാൻ പറ്റുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടണം നമ്മൾ. അത്രയും കഷ്ടപ്പാട്, അത്രയും പ്രയാസം ഒരു പെൺകുട്ടികൾ വളർത്തുക. ചുമ്മാതെ വളർത്തിയാ പോരാ. ചിലര് ചിരിക്കും ഇത് കേട്ട ഉടനെ, അപ്പൊ എനിക്കുണ്ട് ഉസ്താദേ, എനിക്കുണ്ട് ഉസ്താദേ. ചിലരിത് പറയുമ്പോഴത്തേക്ക് പറയും, പടച്ചോനെ എനിക്ക് 2 ഉണ്ട്, എനിക്ക് 3 ഉണ്ട്, ഞാൻ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, ചുമ്മാതെ ഇറച്ചിക്കോഴിയെ വളർത്തുന്ന പോലെ വളർത്തിയിട്ട് കെട്ടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. ആ 40 ദിവസം ഇങ്ങനെ വളർത്തും കൊണ്ട്. അതുപോലല്ല, നീ ഒരു പെൺകുട്ടിയെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം, ദീൻ പറഞ്ഞ രീതിയിൽ വളർത്തണം. അതാണ് ഇബ്നു മസ്ഊദ് അങ്ങയുടെ ചരിത്രമാണെന്ന് തോന്നുന്നു. ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികൾ വീട്ടിൽ പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞ് സഹാബികൾ വീട്ടിൽ പോയപ്പോ വീടിന്റെ പുറത്തു പോയി നിൽക്കുക. മഹാനവറുകൾ പറഞ്ഞു, സഹാബി പറഞ്ഞു എല്ലാവരോടും കേറിയിരിക്കാൻ പറഞ്ഞു. വീട്ടിലെ ജോലിക്കാരി വന്ന് പറഞ്ഞു കേറിയിരിക്കാൻ. ആരും കേറണില്ല, പുറത്ത് തന്നെ നിൽക്കുക. അവസാനം മഹാനവറുകൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ എന്റെ വീടിനകത്ത് കേറാത്തേന്ന്? അപ്പൊ പറയാ, സുബഹി കഴിഞ്ഞ സമയമല്ലേ, കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുകയായിരിക്കും, അവരെ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചാ കേറാത്തേന്ന്. ഇഷ്ടപ്പെട്ടില്ല സഹാബിക്ക്. മഹാനവറുകൾക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ മക്കള് സുബഹിക്ക് കിടന്ന് ഉറങ്ങല, എന്റെ മക്കള് സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങുന്നു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം, എന്റെ വീട്ടിൽ എന്റെ മക്കള് കിടന്നുറങ്ങൂല സുബഹിക്ക്.